അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, മൻ അഹഖുന്നാസി ബിഹുസ്നി സ്വഹാബത്തി, ജനങ്ങളിൽ ഏറ്റവും ഞാൻ കടപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഞാൻ സഹവർത്തിക്കേണ്ടത് ആരോടാണ്? അപ്പോൾ റസൂൽ പറയുന്നുണ്ട്, ഉമ്മുക്ക്, നിൻ്റെ ഉമ്മയോടാണ്. ആ മനുഷ്യൻ പിന്നെയും പിന്നെയും ചോദിക്കുമ്പോൾ 3 പ്രാവശ്യം റസൂലുള്ളാഹി ആവർത്തിച്ച് പറഞ്ഞത് ഉമ്മുക്ക്, ഉമ്മുക്ക്, നിൻ്റെ ഉമ്മയോടാണ്, നിൻ്റെ മാതാവിനോടാണ് എന്നാണ്. അപ്പോൾ സഹവർത്തിത്വം എന്നതുകൊണ്ട് ഇവിടെ ഈ ഹദീസ് ഉദ്ദേശിക്കുന്നത് അവരോട് ഏറ്റവും നല്ല സമീപനവും നന്മ നിറഞ്ഞ പെരുമാറ്റവും നമ്മുടെ മാതാവിനോട് കാണിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു ഗർഭകാലം നമ്മളെ ചുമക്കലും പ്രസവിക്കലും പരിചരിക്കലും അടക്കം വലിയ ഭാരിച്ച ഒരു ഉത്തരവാദിത്വവും ഒരു ത്യാഗവും സഹിച്ചതുകൊണ്ടാണ് ഇത്രമാത്രം വലിയ ഒരു സ്ഥാനം ഒരു ഉമ്മാക്ക്, ഒരു മാതാവിന് ഇസ്ലാം നൽകുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സമീപനം കൊണ്ടും നന്മ നിറഞ്ഞ പെരുമാറ്റം കൊണ്ടും അതുപോലെ നല്ല നിറഞ്ഞ സ്നേഹവും സമ്മാനങ്ങൾ കൊടുത്തുകൊണ്ടും അവർ രോഗിയായി കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചും പ്രയാസപ്പെടുമ്പോൾ കൂടെ നിന്നും അവരെ പ്രയാസപ്പെടുത്താതെ, സങ്കടപ്പെടുത്താതെ, ദുഃഖിപ്പിക്കാതെ ആദർശപരമായ നന്മകളെ പകർന്നു കൊടുത്തുകൊണ്ടും നമുക്ക് കൂടെ നിൽക്കാൻ ഏറ്റവും അർഹരായത് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. അതുകൊണ്ട് അങ്ങനെ അവരെ പരിചരിച്ചുകൊണ്ട് ജീവിതത്തിൽ ജീവിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.